നമസ്കാരം, സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വൈബ് വീഡിയോ ആണ്. അതിനായിട്ട് ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത് നമ്മുടെ വയനാടാണ്. വയനാട് ഉരുൾപൊട്ടലൊക്കെ കഴിഞ്ഞു, പല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എങ്കിൽ കൂടി ടൂറിസം ഒക്കെ വളരെ നല്ല രീതിയിൽ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേരുടെ ജീവിത മാർഗമാണ് വയനാട് ടൂറിസം എന്ന് പറയുന്നത്. അപ്പോൾ ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ തന്നെ ഇടം പിടിച്ച ഒരു സ്ഥലം കൂടിയാണ് വയനാട്. അപ്പോൾ വയനാട് ഇപ്പോൾ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതല്ലാതെ വേറൊരു പ്രത്യേകത കൂടി ഇവിടെ ഉണ്ട്. അത് മലയാളികൾക്കെല്ലാം പരിചിതനായിട്ടുള്ള മിസ്റ്റർ ബോബി ചെമ്മണ്ണൂറിൻ്റെ ബോച്ചെ 1000 ഏക്കർ എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു റിസോർട്ട് എന്ന രീതിയിൽ ഒരു വലിയ കൺസെപ്റ്റിൽ ഒരുങ്ങുന്ന ഒരു പ്രദേശമാണ്. അത് മേപ്പാടി ടൗണിൽ നിന്ന് വളരെ അടുത്താണ്. ചൂരൽമല റോട്ടിൽ തന്നെയാണ് ഈ ഒരു സ്ഥലമുള്ളത്, ബോച്ചെ 1000 ഏക്കർ. അവിടെയാണ് ഞാനുള്ളത്. ഇവിടെ ഒരുപാട് വെറൈറ്റി സംഭവങ്ങളാണ്. അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. വലിയൊരു പ്രൊജക്റ്റാണ് ഇത് ആക്ച്വലി. അത് തുടങ്ങിയേ ഉള്ളൂ എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്തൊക്കെ റണ്ണിങ് ആയിട്ടുണ്ട്, ഇനി എന്തൊക്കെ കൺസെപ്റ്റുകളാണ് ഇവർ കൊണ്ടുവരാൻ പോകുന്നത്, ഏത് രീതിയിലേക്കാണ് ബോച്ചെ 1000 ഏക്കറിനെ മാറ്റാൻ പോകുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇവിടെ ബോച്ചെ 1000 ഏക്കറിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇവിടെ പുറകിൽ ഇപ്പോൾ കാണുന്നത് ഒരു ബബിൾ ഹൗസ് ആണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മളോട് പറയുന്നത് അജിത്താണ്. അജിത്ത് ഇവിടെ ഓൾ ഇൻ ഓൺ ആണ് അല്ലേ അജിത്ത്? എവിടെ കുറേ ആയി ഇവിടെ? ഒരു വർഷം വരെ. ഈ ബബിൾ ഹൗസ് എങ്ങനെയാണ് ഇപ്പോൾ വർക്കിംഗ് ആണോ? അത് ഒരുപാട് ഗസ്റ്റുകളുണ്ട്. വന്നു പോയി. ഇന്നലെ മെഞ്ഞാന്ന് ഗസ്റ്റ് ഉണ്ടായിരുന്നു. 2 പേർക്കുള്ള സ്റ്റേ ആണ്. പിന്നെ എയറിൽ ബ്ലോവർ വർക്ക് ചെയ്ത് എയർ ഫില്ലായിട്ട് ബലൂണിന്റെ ഒരു സിസ്റ്റം പോലെയാണ്. 2 ഡോറുണ്ട്. ഫസ്റ്റ് ഡോർ തുറന്ന് അത് അടച്ചിട്ട് രണ്ടാമത്തെ ഡോർ തുറക്കുക. പിന്നെ AC ഉണ്ട്, അറ്റാച്ച്ഡ് ബാത്റൂം, ഷവർ, കാര്യങ്ങൾ എല്ലാം ഉണ്ട്. വാഷ് ബേസിന്, മിറർ. പിന്നെ നൈറ്റിൽ ഇങ്ങനെ ആകാശം നോക്കി നല്ല നക്ഷത്രമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ അതൊക്കെ നോക്കി കിടക്കാം അല്ലെ? ക്യാമ്പ് ഫയർ ഒക്കെ നിങ്ങൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. മ്യൂസിക് സിസ്റ്റം ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിപ്പോ ഏകദേശം എത്രയായി നമ്മൾ റൺ ചെയ്ത് തുടങ്ങിയിട്ട്? 1 വർഷമായി. 1 കൊല്ലമായി. ഒരുപാട് ഗസ്റ്റുകൾ വരുന്നുണ്ട്. എനിക്ക് നമ്മളിപ്പോ വയനാട്ടിൽ തന്നെ വേറെ പല സ്ഥലങ്ങളിൽ ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഫസ്റ്റിൽ നിങ്ങളാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. ബബിൾ ഹൗസ് വയനാട്ടിൽ സ്റ്റാർട്ട് ചെയ്തത് നിങ്ങളാണ്. ബബിൾ ഹൗസ്. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ഈ കാണുന്ന ടെന്റ് ഹൗസ് അല്ലേ? ഇതിപ്പോ എത്ര ടെന്റ് ഉണ്ട്? ഒരു 36 ടെന്റ് ഉണ്ട്. ഇതിന്റെ ഉള്ളില് വാഷ്റൂമും കാര്യങ്ങളൊക്കെ കോമൺ ആണ്. കോമൺ ആയിട്ടാണ് ഉണ്ടാവുക. 15 ടെന്റ് കഴിഞ്ഞിട്ട് ഷവറും കാര്യങ്ങളും WC ഒക്കെ ആയിട്ട് കോമൺ ആയിട്ട് വാഷ്റൂമും കാര്യങ്ങളാണ്. പിന്നെ പ്ലഗ് പോയിന്റും കാര്യങ്ങളൊക്കെ കോമൺ ആണ്. ഒരു 10 ടെന്റ് കഴിഞ്ഞിട്ട് 10 മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ. കറണ്ട് ഒക്കെ ഉണ്ടോ? കറണ്ട് പുറത്ത് പാത്വേയിൽ വെളിച്ചങ്ങൾ ഉണ്ടാവും. പിന്നെ അതിന്റെ ഉള്ളിൽ നമ്മൾ എമർജൻസി കൊടുക്കും രാത്രി വെളിച്ചത്തിന് വേണ്ടി, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടി. അതിന്റെ ഉള്ളിൽ സ്ലീപ്പിംഗ് ബാഗും ബെഡും ആണ് നമ്മൾ കൊടുക്കുക. ഗസ്റ്റുകൾ വരുന്നുണ്ടോ? ഗസ്റ്റുകൾ ഒരുപാട് വന്നു പോയി. അതെ അല്ലേ? ഇന്നലെയും ഗസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു ടെന്റിൽ 5 പേർക്ക് വരെ കിടക്കാം. 5 പേർക്ക് കിടക്കാം. സ്പേസ് ഉള്ള ടെന്റാണ്. ശരി. ഒരു ടെന്റിൽ 5 പേർക്ക് കിടക്കാട്ടോ. അപ്പൊ നമ്മൾ ഇങ്ങനെ ദൂരെന്ന് കാണുമ്പോ ചെറുതായിട്ടാണ് തോന്നുന്നത്. സ്പേസ് രീതിയിലാണുള്ളത്. ഓക്കെ. അങ്ങനെ നമ്മൾ കണ്ട പോലെ തന്നെ നിറയെ ടെന്റുകളാണ്. പിന്നെ നമ്മൾ ഈ ടെന്റിൽ നിന്ന് പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. നമ്മൾ പ്രകൃതിയോട് അത്രത്തോളം അലിഞ്ഞ് നിൽക്കാൻ പറ്റുന്നുള്ളതാണ് ഈ ബോച്ചെ 1000 ഏക്കറിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് പറയാൻ പറ്റുന്നത്. കാരണം അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. തേയിലത്തോട്ടങ്ങളും നല്ല പൂത്തു നിൽക്കുന്ന മരങ്ങളൊക്കെ ആയിട്ട് വേറൊരു വൈബാണ്. കാറ്റാടി മരങ്ങൾ. നമ്മൾ പല ഫോറിൻ കൺട്രീസിലൊക്കെ പലരും ഇതൊക്കെ ആസ്വദിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ നല്ലൊരു വൈബ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ വന്ന ഈ ഒരു സമയം എന്ന് പറയുന്നത് ചെറിയ മഞ്ഞൊക്കെ ഉള്ളൊരു സമയമാണ്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മഞ്ഞിലൊക്കെ വയനാട് കാണുക എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു ത്രില്ല്. ഇപ്പോൾ നമുക്കിവിടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട്, അഡ്വഞ്ചർ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ബോച്ചെ 1000 ഏക്കറിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹൈയസ്റ്റ് ജേൺസിങ് ഉള്ളത് ഇവിടെയാണ്. പിന്നെ അതുപോലെ തന്നെ സിപ്പ് ലൈൻ ഒരുക്കിയിട്ടുണ്ട്. പല പ്രൊജക്റ്റിൻ്റെ ഇതുപോലെ തന്നെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടുത്തായിട്ടും കുറേ ടെൻറ്റുകൾ നമ്മളിപ്പോൾ കണ്ട പോലെ തന്നെ പല രീതിയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ടെൻറ്റുകൾ
ടെൻറ്റുകൾ അത് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് കഴിഞ്ഞതും അതുപോലെ തന്നെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും വലിയൊരു പ്രൊജക്റ്റ് തന്നെയാണ് ഈ ബോച്ചെ 1000 ഏക്കറിലൂടെ ബോച്ചെ ഉദ്ദേശിക്കുന്നതെന്നുള്ളത് വ്യക്തമാണ്. അജിത്ത്, ഇതാണ് മഡ് ഹൗസ് അല്ലേ? ഇത് നമ്മള് കയറി വരണം, കുറച്ചിങ്ങോട്ട് നടന്ന് വരാനുണ്ട്. പക്ഷെ വരുമ്പോ നമ്മൾ വിചാരിക്കും ഇതിന് മാത്രം എന്താണ് അവിടെ ഉള്ളതെന്ന്. പക്ഷെ വന്ന് കാണുമ്പോഴാണ് ഇതിന്റെ ഒരു ഫീൽ എന്താന്നുള്ള അറിയണം. ഒരു പൊളി സംഭവമാണ്. അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ അകത്ത് ഒരുക്കിയിട്ടുള്ളത്? എന്തൊക്കെയാണ് നിങ്ങൾ? അകത്ത് 2 ബെഡ്റൂം ഉണ്ട്, അറ്റാച്ച്ഡ് ബാത്റൂം, ഷവർ, കാര്യങ്ങൾ എല്ലാ സെറ്റപ്പ് ഉണ്ട്. ഇത് മുഴുവനായിട്ട് മണ്ണ്, അതേപോലെ വൈക്കോല്, പഴയ രീതിയിൽ അല്ലേ? ഇത് കവുങ്ങാണ്. അത് കവുങ്ങ്, കയറ്, അങ്ങനെയൊക്കെ ഉള്ള അല്ലേ? എല്ലാം പഴയ രീതിയിൽ ചെയ്തിട്ടുള്ളത്. കട്ടില് വരെ. എത്ര ബെഡ്റൂംസ് ഉണ്ട്? 2 ബെഡ്റൂം ഉണ്ട്, പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂം കാര്യങ്ങളും എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇത് അവിടെ ഒരു ഇത് കാണണ്ടല്ലോ, അതെന്താണ്? കിച്ചണ്. കിച്ചൺ അവിടെ സെപ്പറേറ്റ് ചെയ്യാണ് അല്ലേ? ഓക്കെ. ഇവർക്കുള്ളത് മാത്രമാണോ അത് ഇവിടെ നമ്മുടെ ടെന്റിലേക്കുള്ളതൊക്കെ ഇവിടെ തന്നെ കൊടുക്കും? അതും ഇതേപോലെ മഡ് വൈക്കോലൊക്കെ വെച്ചിട്ടാണല്ലോ? അതും മഡ് കൊണ്ട് ഉണ്ടാക്കിയത്. ശരി ശരി. അപ്പൊ പക്ഷെ ഫുഡൊക്കെ പഴയ ഫുഡ് മാത്രമാണല്ലോ ഇവിടെ? പഴയ മീൻസ് പഴകിയ ഫുഡല്ല, പഴയ കാലത്തുള്ള കഞ്ഞി അങ്ങനെയൊക്കെയാണോ? ആണ്. കഞ്ഞിപ്പുരയാണ് അത് അല്ലേ? ഓക്കെ. ഞാൻ വെറുതെ ചോദിച്ചാണെങ്കിൽ അത് യാഥാർത്ഥ്യമായി എന്നുള്ള കഞ്ഞിപ്പുര, കഞ്ഞി, പയറ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, തൈര്, നല്ല മോരൊഴിച്ച് അല്ലേ? ഓക്കെ ഓക്കെ, പൊളി. അപ്പൊ ഇതിപ്പോ ഓൾറെഡി റണ്ണിങ് ആയത് മഡ് ഹൗസ്? കിച്ചന്റെ വർക്ക് കൂടി കഴിഞ്ഞാൽ സ്റ്റാർട്ട് ആവും. ഗസ്റ്റുകൾ അലോ ചെയ്ത് തുടങ്ങിയപ്പോ ബോച്ചെ ഇവിടെയാണ്. ബോച്ചെ ഇവിടെയാണ്. ഇപ്പൊ ബോച്ചെ 1000 ഏക്കറിൽ വന്നപ്പോ ചിലര് വിചാരിക്കും ബോച്ചെ ടെന്റിലാണോ ബബിളിലാണോ എവിടെയാണ് ബോച്ചെ നിക്കണത് എന്നുള്ളത്. ബോച്ചെ മഡിലാണ് നിക്കണത് അല്ലേ? ഇപ്പൊ ഇലക്ട്രിസിറ്റി ഒന്നും ആയിട്ടില്ലല്ലോ? 2 ദിവസം അടുത്തന്നെ. അപ്പൊ പുള്ളി എങ്ങനെയാണ് നിക്കണത്? പുള്ളിക്ക് അത് മതി, ഒരു മെഴുകുതിരി കത്തിച്ച് ഒരു മെഴുകുതിരി വെട്ടത്തില് പുള്ളി സംതൃപ്തനായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ. പണ്ട് കാലത്ത് നമ്മുടെ മുതുമുത്തച്ഛന്മാരൊക്കെ താമസിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന, ഇപ്പൊ അധികം കാണാൻ സാധ്യതയില്ലാത്ത ഒരു വീടാണ് ശരിക്കും മഡ് ഹൗസ് എന്ന് പറയുന്നത്. അത് 101% അതേ രീതിയിൽ തന്നെ പുനഃസൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ശ്രമമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് സഞ്ചാരികളെ കൂടുതലായിട്ട് ഇങ്ങോട്ട് ആകർഷിക്കുന്നുള്ളത് ഉറപ്പാണ് എന്നുള്ളതാണ്. നല്ല മണ്ണും വൈക്കോലൊക്കെ മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ അകത്ത് ഇപ്പോൾ നമ്മൾ കണ്ടു, കട്ടിൽ വരെ ആ ഒരു മണ്ണ് കൊണ്ടാണ് നിർമ്മിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അത്രത്തോളം പ്രകൃതിയോട് ഇണങ്ങി നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരിടം തന്നെയാണ്. അതിൻ്റെ കൂടുതൽ വർക്കുകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു. അപ്പോൾ ബോച്ചെ 1000 ഏക്കർ എന്ന് പറയുന്നത് ഒരു വലിയ പ്രൊജക്റ്റാണ്. അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ കണ്ടത്. 1000 ഏക്കറിൻ്റെ വിശേഷങ്ങൾ ചെറിയൊരു എപ്പിസോഡിൽ തീർക്കുക എന്ന് പറയുന്നത് ഒരിക്കലും പ്രാക്ടിക്കൽ അല്ല. അപ്പോൾ വലിയ പൊളപ്പൻ പരിപാടികളൊക്കെ മിസ്റ്റർ ബോച്ചയുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കാൻ പോകുന്നുണ്ട്. റൈഡേഴ്സൊക്കെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും വരും. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.